ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഇതാ മീൻ ഇട്ടിട്ടുണ്ട്. നത്തോലിയാണ് കേട്ടോ. ഇത്ര വലിയൊരു നത്തോലി ഞാൻ ആദ്യമായിട്ട് കാണുക. നത്തോലി ഒരു വലിയ ചെറിയ മീനല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. രാവിലത്തെ ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷമായിട്ടാണ് മീൻ മുറിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിയില്ല. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചെറുപയർ കറിയായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ മീൻ മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉച്ചവരെ ഉള്ള വീഡിയോ എന്ന് പറയാൻ കാരണം ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം വരെ പോവാണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ഇടുന്നതാണ്. ചിലപ്പോൾ ആ ഒരു വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ആവുന്നത് അപ്ലോഡ് ചെയ്യുക. ഉമ്മ അതാ അവിടെ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേമാതിരി പപ്പായ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പപ്പായം ഇവിടെ അരിയുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിത് മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മീനും നമ്മൾ പൊരിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നായിട്ട് അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താവശ്യത്തിന് പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ പപ്പായ വെച്ചിട്ടുള്ള കറി കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ നമ്മൾ ഗ്യാസിൽ വെക്കുന്നുണ്ട്. ആ ഒരു സമയം മുത്തുതാ ഇനി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓനക്ക് എന്തോ 2 സാധനം കിട്ടിയിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ല അവരെ രണ്ടാളെയും കാണാൻ. രണ്ടാളും രണ്ടായിട്ടല്ലേ. ഓനവിടെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടുവന്നിടുന്ന ഒരു പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയതാണ് അവരെ രണ്ടാളെയും. പിന്നെ അലക്കലൊക്കെ നേരത്തെ കഴിയിട്ടോ. നേരത്തെ കഴിഞ്ഞതൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ തുടക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടി എന്താ പറയുക ഭയങ്കര ലാഗാക്കിയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതാ ചീരയ്ക്കും കറിക്കും രണ്ടിക്കും കൂടിയുള്ള തേങ്ങ അങ്ങനെ ചിരകിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോക്കിന് ഉമ്മ ആ ചീരനെ പിടിച്ച് ചട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ചട്ടിയല്ല ഗൈസ്, ചെമ്പട്ടി. മോനിതാ ഇവിടെ ഊഞ്ഞാലാടി കൊണ്ടിരിക്കുകയാണ്. മോൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇല്ലായില്ലല്ലോ അടിക്ക. Pipi 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 pipi. Kukuriku. Meow. Ah. Mau warna. Ah. Ah, kukuriku. I a. Ah. Ah. I a. I a I a. ഇല്ല. ഈ എന്റെ നമ്മൾ കിച്ചണിലേക്ക് പോയൊക്കെ നമ്മളെ ചീരത കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതായത് തേങ്ങയ്ക്ക് മുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒക്കെ ഭയങ്കര ബോറല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അമ്മ ആ ചീരനെ കുഴച്ചും മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ചോറ് വന്നിടണേ. ചോറ് ഇതാ ഊറ്റിയിടണേ. ഈ പാത്രത്തിൽ ഞങ്ങൾ ഉച്ചക്കൊക്കെയുള്ള ചോറാട്ടാ. കുടിക്കൽ ഊറ്റിടുന്നത് രാത്രിക്കൊക്കെ ഉള്ളതാണ്. രണ്ടും വേറെ വേറെ ആക്കിയിട്ട് ഊറ്റിയിടല. അപ്പോഴത്തേക്ക് മോനിതാ അവിടെ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അവനങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഊഞ്ഞാലിൽ കിടന്നിട്ട് അവന് ഉറങ്ങിയിടാം. അല്ലെങ്കിൽ തൊട്ടിയിലിട്ടാലും കൂടെ ഉറങ്ങാത്ത ആളാണ്. ഇനി ഞാൻ ഊഞ്ഞാലിൽ നിന്ന് ഓനെടുത്ത് തൊട്ടി കൊണ്ടുപോയി കിടത്തട്ടെ.
ഷെസൂട്ടൻ നല്ല ഉറക്കായി. അപ്പോഴത്തേക്കും എന്താ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പുറത്ത് പോയി നോക്കുമ്പോൾ ഇതാ ഇക്ക് വിറക് കൊത്തുന്നുണ്ട്. മുത്തുണ്ട് അവിടെ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് കൊണ്ടുവന്നിടണേ. ഉപ്പുണ്ട് അണ്ണാന് വേണ്ടിയിട്ട് കൂടുണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചായ ആയിട്ട് വന്നതാട്ടെ ഞാൻ. 10 മണിക്ക് ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട് ഇവിടെ. എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്ന ശീലമാണ്, ഇവിടെ ചായയാണ് എല്ലാവരും കുടിക്കൽ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്നാണല്ലോ. നിങ്ങളൊക്കെ വീട്ടിൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. ചായ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ കടയിൽ നിന്ന് ഇതാ തേങ്ങാപ്പന്നൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഓരൊക്കെ ഇതാ അവിടെ പുറത്തിരുന്ന് തന്നെ ചായ കുടിക്കുന്നുണ്ട്. കാലിലും കയ്യിലൊക്കെ ചളിയാണെന്നും പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും നനയും ഒക്കെ കഴിഞ്ഞ് ചോറുന്നാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതേ ചോറിട്ട് ചോറ്റയ്ക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പപ്പായ കറി ഒഴിച്ച് ഇനി നമ്മളതിലേക്ക് ചീരയും കൂടെ ഇട്ട് കൊടുത്ത് മീനും വെച്ച് പപ്പടവും വെച്ചിട്ട് ഭക്ഷണം കഴിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്ക് പോകാണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ വേഗം ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.